2 കൊരിന്ത്യർ 5:17. കൊലോസ് ലേഖനത്തിന്റെ പഠനമാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൽ. അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആമേൻ. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. അതാണ് ആ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു പുതിയ മനുഷ്യൻ, ഒരു ന്യൂ മാൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനാണ്. പഴയ സ്വഭാവങ്ങളെല്ലാം വിട്ടുകളയണം. പഴയ ആരാധന രീതികളൊക്കെ വിട്ടുകളയണം. പഴയ പ്രാർത്ഥനാ ശൈലികളെല്ലാം വിട്ടുകളയണം. ഇപ്പോൾ കരിസ്മേറ്റിക്കുന്നോ മറ്റ് ഏതെങ്കിലും വിഭാഗത്തു നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ മാർത്തോമയിൽ നിന്നോ യാക്കോബ സഭയിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു അവർ ആ പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് വായിച്ചുകൊണ്ടിരുന്നത് നമ്മളെ സമ്മതിച്ചു കൊടുക്കും. അത് എഴുതി വെച്ച കൽപ്പനകളാണ് അല്ലേ? അതിൽ എഴുതി വെച്ചതാ, അത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമായി ഞാൻ പറയാൻ പറ്റും. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ അച്ഛന്മാർ വന്നിങ്ങോട്ട് എന്ത് ചെയ്യുക, അതുപോലെ കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അവർ വായിച്ചുകൊണ്ടിരിക്കുക. മരണാനന്തര ശുശ്രൂഷകൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വായിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത് തുറന്നു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ വായിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരാത്മാർത്ഥത അതിലില്ല അല്ലേ? പഠിച്ചത് ചൊല്ലിക്കൊണ്ടിരിക്കും, മനഃപ്പാടമാക്കിയ കർത്താവ് അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. സ്വത്രം മനഃപ്പാടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് പോയി. വിഷയം 7-ാം അധ്യായത്തിലേക്ക് വന്നോട്ടെ. കർത്താവ് അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. ഇന്ന് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ അവർക്കൊട്ടും മനസ്സിലാകത്തില്ല, എന്തോ ചെയ്യാനാണ്. അതിൻ്റെ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6 മുതൽ വായിച്ചാട്ട്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ശരി. അടുത്ത് അകന്നിരിക്കുന്നു. അടുത്ത് മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ ഉപദേശിക്കുന്നത് കൊണ്ട് തന്നെ വ്യർത്ഥമായി പറ്റിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നു. മനുഷ്യൻ എഴുതി വെച്ചത്, മനുഷ്യന്റെ കൽപ്പന. നമുക്ക് മനുഷ്യന്റെ കൽപ്പന വേണ്ട, നമുക്ക് ദൈവത്തിന്റെ കൽപ്പന മതി. സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ കൽപ്പന മതി. ദൈവത്തിന്റെ കൽപ്പന, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. കർത്താവ് കൽപ്പിച്ചത് മതി. ഞാനെപ്പോഴും പറയാറുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് അപ്പോസ്തലൻ വന്നു. അപ്പൊ കൊർന്നല്യോസ് പറയുക, ഒരു പുള്ളിയോട് ഒരു വിഷയം സംസാരിക്കുക. എന്താണ് അത് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? നീ വന്നത് ഉപകാരം, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ കേൾപ്പാൻ. വല്ല പുസ്തകത്തിൽ എഴുതി വെച്ചേക്കണം, വല്ലയിടത്തൊക്കെ എഴുതി വെച്ചേക്കണം കേൾക്കാനല്ല. കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് കേൾക്കാം. ഈജിപ്തിൽ ചെന്നപ്പോ ആ അമ്മച്ചി എന്താ പറഞ്ഞത്? എന്നോട് പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യാം. അവനെന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ? അത് ചെയ്തേക്കാൻ പറഞ്ഞു. ഭയങ്കരം. എനിക്കത് ചിന്തിക്കുമ്പോൾ വലിയ മറക്കളായിട്ട് തോന്നുക. കർത്താവ് എന്താ കൽപ്പിച്ച്? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ചപ്പോ അത് വീഞ്ഞായി. അവര് തമ്പിട്ട് നിന്നെങ്കിലോ അതിലൊക്കെ വെള്ളം നിറച്ച് എങ്ങനെയാന്ന് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. മര്യാദയ്ക്ക് വെള്ളം നിറയ്ക്കുക. നിറച്ചു കഴിഞ്ഞാൽ നോക്കും വീഞ്ഞ്. ഇനി ഈ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞവരോ ഭയങ്കര അടി കടക്കുക അവിടെ. കാരണം എന്താ? മുമ്പത്തെ വീഞ്ഞ് ഒരു ഗുണമില്ലാത്തതായിരുന്നു, ഇത് നല്ല ഗുണനിലവാരം. ഇതെവിടെ നിന്ന് കിട്ടി? ദൈവത്തിന്റെ പ്രവൃത്തി അത്ര മനോഹരമാണ്. മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ എത്ര നന്നായിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. അവൻ സകലതും നന്നായി ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ സ്തോത്രം മറന്നു കളയരുത്. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് അവർ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളയുന്നു. നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. 3 കാര്യങ്ങളാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ട് വന്ന ശാസ്ത്രിമാരോടും പരീശന്മാരോടും യേശു പറഞ്ഞത്, നിങ്ങൾ ഭക്തന്മാരാണ്, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളയുന്നവരാണ്, നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നവരാണ്, നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കുന്നവരാണ്. ഇന്നത്തെ പന്തക്കോ സമൂഹം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. കർത്താവിന്റെ വരവിന് വേണ്ടി കർത്താവ് പറഞ്ഞ ഉപദേശം, അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഒരുങ്ങി വന്നില്ലെങ്കിൽ, ഒരുങ്ങി നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ വരവിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന സന്ദേശം.
ഹല്ലേലൂയ. ഇനി നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കൊലോസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. സ്നാനത്തിൽ നിങ്ങൾ അവരോടുകൂടി അടക്കപ്പെടുകയും അവരെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവരോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മീക ഉയർപ്പ്, ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാലുള്ള ഒരു ഉയർപ്പ്, ഒരു ആത്മീക ഉയർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ഷരിക ഉയർപ്പല്ല. ആക്ഷരിക ഉയർപ്പ് നമുക്ക് കിട്ടാൻ പോകുന്നത് കർത്താവ് കാഹളം ധരിച്ചു വരുമ്പോൾ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് പഴയ മനുഷ്യൻ മരിച്ച് അടക്കപ്പെട്ട് കുഴിച്ചിടപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക. അതാണ് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. സ്തോത്രം. ഗലാത്യ ലേഖനം 2:20 വായിക്കാം. ഒരു കാതലായൊരു വാക്യമാണ്. മനപ്പാഠം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും മനപ്പാഠം നമ്മൾ പഠിച്ച് മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വാക്യമാണ്. ഗലാത്യർ 2:20. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. അതെ, അടുത്ത് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ മരിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. കർത്താവ് നമ്മൾ ജീവിക്കണം. ഇപ്പോൾ കർത്താവ് നമ്മളിൽ ജീവിക്കണം. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഇത് അംഗീകരിക്കാനോ ഒരുപക്ഷെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വചനം പറയുന്നു, നീ അങ്ങ് മരിക്കണം, കർത്താവ് നിന്നിൽ ജീവിക്കണം. ഞാൻ റോമാലേഖനം 15-ാം അധ്യായം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ആ വചനം പഠിപ്പിച്ചു. ഞാൻ ഞെട്ടിപ്പോകാനിടയായി. അതിനൊരു കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതിന് പൗലോസ് റോമർ 15:18 പറഞ്ഞിരിക്കുന്ന വാക്യം നിങ്ങളെ ഒന്ന് തിരിയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇപ്പം നമ്മളങ്ങ് ഓരോന്ന് കർത്താവിന് വേണ്ടി അങ്ങ് ചെയ്യുക. ഇപ്പം എല്ലാവരും അങ്ങനെ പറഞ്ഞത്, എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പണ്ടൊരു കാനവച്ചൻ പറഞ്ഞൊരു ഉദാഹരണം ചിരിക്കരുത്. സ്തോത്രം. കാനവച്ചൻ പറയുക, ഒരു പാസ്റ്റർ വന്നിട്ട്, ഒരു സഹോദരൻ വന്നിട്ട് അച്ഛനോട് പറയാം, അച്ഛാ എനിക്ക് കർത്താവ് ചെയ്തതുപോലെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണാവോ ആഗ്രഹം? കർത്താവ് വറുത്ത മീനും തേൻകട്ടയും കൂടി തിന്നെന്ന്, അപ്പം അതുകൊണ്ട് അതുപോലെ ഒന്ന് തിന്നാനൊരു ബുദ്ധി നോക്കണേ. അതൊക്കെ വെറും ജഡികമായ കാഴ്ചപ്പാടുകളാണ്. ഹല്ലേലൂയ. എനിക്ക് കർത്താവിനെ പോലെ ഒന്ന് ജീവിച്ചെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവിൻ്റെ സ്വഭാവം എനിക്കൊന്ന് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവിനെ പോലെ ആർദ്രതയുള്ളവനായി, മനസ്സിലുള്ളവനായി, സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയായി തീർന്നെങ്കിൽ കൊള്ളായിരുന്നു. പറഞ്ഞെങ്കിൽ നല്ല, ഇത് വറുത്ത മീനും തേൻകട്ടയും കർത്താവ് തിന്നു, അതുപോലെ ഒന്ന് തിന്നാനായിട്ട് എനിക്കും തോന്നുന്നുണ്ട്, പുതിയ തോന്നുന്നു. സ്തോത്രം. എന്താ നമ്മളതിനൊക്കെ മറുപടി വരാൻ? ഒന്നും പറയാനില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് ഗലാത്യ ലേഖനം 2:20 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ആ നിലവാരത്തിലേക്ക് നമ്മുടെ ദൈവസഭകളെ ഉപദേശിച്ച് ആ നിലവാരത്തിലേക്ക് വിശ്വാസികളെയും ശുശ്രൂഷാ വൃന്ദങ്ങളെയും ആ ഉപദേശത്തിലൂടെ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ലെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ റോമർ 15:18, ക്രിസ്തു എന്നിൽ പ്രവർത്തിച്ചല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുന്നില്ല. എനിക്കൊന്നും മിണ്ടണ്ട, ഞാൻ മിണ്ടിക്കൊണ്ടൊരു ഗുണവുമില്ല. കർത്താവ് എന്നിലൂടെ മിണ്ടട്ടെ, കർത്താവ് എന്നിലൂടെ സംസാരിക്കട്ടെ. പണ്ടൊരു പഴയ പാട്ടുണ്ട്, കർത്താവ് എൻ്റെ കണ്ണിലൂടെ ഒന്ന് കാണട്ടെ, കർത്താവ് എൻ്റെ കയ്യിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന്. പണ്ട് ഏജിയാത് പാടിയൊരു പാട്ടുണ്ട്. സ്തോത്രം. അത് അവരറിഞ്ഞുകൊണ്ടാണോ പാടിയെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൻ്റെ കണ്ണായി എൻ്റെ കണ്ണ് തീരട്ടെ, കർത്താവിൻ്റെ കൈ എൻ്റെ കൈയായി തീരട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തികളായി എൻ്റെ പ്രവൃത്തികൾ തീരട്ടെ, കർത്താവിൻ്റെ ശബ്ദമായി എൻ്റെ ശബ്ദം തീരട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവ് ജനത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയട്ടെ, കർത്താവ് ഇടപെട്ടതുപോലെ ഇടപെടുവാൻ എനിക്ക് കഴിയട്ടെ. അത് ശിഷ്യന്മാരിലുണ്ടായി, ശിഷ്യന്മാരിലത് ഉണ്ടായെന്നേ. അതാ പറ്റും. യഹൂദ പരീക്ഷകളോട് പറഞ്ഞത് എന്താ? ഞാൻ ആരെ ചുംബിക്കുമോ അവനെ പിടിച്ചോളൂ, അവനാണ് ക്രിസ്തു. ഇവർ 12 പേരും ഒരാൾ 13 ക്രിസ്തുവായിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ എന്ത് ചെയ്യുക? എല്ലാവരുടെയും ഭാഷയും വേഷവും എല്ലാവരും പോലെ. അപ്പം അതുകൊണ്ട് ഇന്ന ആളാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, ഞാൻ ആരെയാ ചുംബിക്കുന്നത് അവനാണ് ക്രിസ്തു. സ്തോത്രം. സ്തോത്രം. 3 വേലക്കാരികൾ തള്ളിപ്പറഞ്ഞ ചരിത്രം സുവിശേഷത്തിലുണ്ടല്ലോ. ഞാൻ ഒന്ന് തൊട്ടുപോകണം അവിടെയില്ല. നീ അവനോടുകൂടെയുള്ളവൻ, നീയും അവനോടുകൂടിയുള്ളവൻ.
2 പ്രാവശ്യം പത്രോസ് പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, നീ എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. അവൻ തള്ളി പറഞ്ഞു. അവസാനം പറഞ്ഞു, നിന്റെ വാക്കും ഉച്ചാരണവും അത് വെളിവാക്കും. എന്തോ 3.5 വർഷം കൂടെ നടന്നപ്പോൾ അവൻ്റെ വാക്കും അവൻ്റെ ഉച്ചാരണവും അവൻ്റെ രീതികളെല്ലാം കർത്താവിനെ പോലെയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കതല്ലേ ആവശ്യം. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കും, തർജ്ജനം ചെയ്യേണ്ട സമയത്ത് തർജ്ജനം ചെയ്യും. എന്നാൽ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കും. ഹല്ലേലൂയ. അവിടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് എന്ത് ചെയ്തു? അതാത് സമയങ്ങളിൽ യോഗ്യമായ നിലയിൽ ഇടപെട്ട് ചെയ്തു. അതുപോലെ നമ്മളുമായി തീരുവാൻ ദൈവസ്ഥനിൽ അലമുറയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാവായി വായായി നമ്മുടെ നാവും വായൊക്കെ തീരണം. കർത്താവിൻ്റെ കരങ്ങളായി നമ്മുടെ കരങ്ങൾ തീരണം. കർത്താവിൻ്റെ മനസ്സലിവുള്ള ഹൃദയമായി നമ്മുടെ മനസ്സലിവ് തീരണം. തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ ശാസിക്കുകയും തർജ്ജനയും ചെയ്യുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല, മടങ്ങി വരാനാണ്, യഥാസ്ഥാനപ്പെടാനാണ്, ദൈവകൃപയിലേക്ക് വരാനാണ്. ഇടറിപ്പോയാൽ എന്ത് ചെയ്യും? ദേമാസ് എന്ത് ചെയ്തു? ദേമാസ് ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി. ആർക്ക് നഷ്ടം വന്നു? ദേമാസ്. സ്തോത്രം, സ്തോത്രം. അനന്യാസും സഫീറയും അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വ്യാജം കാണിച്ചു. എന്ത് സംഭവിച്ചു? അവർ മരിച്ചു. അവരെ നിത്യതയെ കാണുമോ? എനിക്കറിയത്തില്ല. ചിലരൊക്കെ പറയുന്നത് നിത്യതയെ കാണുമോ? ഇവർ പറയുന്ന പോലെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. വിശ്വാസം തള്ളിക്കളഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണം? ഹുമനോസ് മലസമുദ്രം വിശ്വാസ കപ്പൽ തകർന്നു പോയി. അവര് സാത്താന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കൊരിന്ത്യർ ലേഖനം പഠിച്ചു വരുമ്പോൾ 1-ാം ലേഖനത്തിൽ ഒരുത്തൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. അവന്റെ സ്വോത്രാഴ്ചയും പഠിച്ച് തിന്നോണ്ടിരിക്കുകയല്ല, അവരെ പുറത്താക്കിയിട്ട് സാത്താന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. എന്തിനാ? മടങ്ങി വരാൻ. മടങ്ങി വന്നു എന്നാണ് 2-ാം ലേഖനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കഴിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ആത്മീക കാര്യങ്ങൾ നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. നമ്മൾ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഉപദേശങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 4:16 ഞങ്ങളുടെ പുറമെയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു. എന്നാൽ അകമെയുള്ളവൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുന്നു? പുതുക്കം പ്രാപിക്കുന്നു. നമ്മുടെ നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം, എറ്റേണൽ വെയിറ്റ് ഓഫ് ഗ്ലോറി, തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. എന്നുള്ള അപ്പോസ്തലന്മാർക്കൊക്കെ ലോകത്തിലുള്ള ഭൗതികങ്ങൾ കിട്ടുമ്പോൾ അന്നത്തെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾക്ക് തേജസ്സിന്റെ നിത്യഘനം കിട്ടും. നമുക്ക് ഏതാ വേണ്ടത്? നമുക്ക് ഈ ലോകത്തിൻ്റെതാണോ വേണ്ടത്? തേജസ്സിന്റെ നിത്യഘനം. ഹല്ലേലൂയ. ഏതായി തേജസ്? ആദാമും ഹവ്വയും കൽപ്പന ലംഘനത്തിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിന്റെ തേജസ്. ഓ ഹല്ലേലൂയ. ഈ തേജസ്സിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണ്? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം ഞാൻ എപ്പോഴും പറയുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു രൂപാന്തര ശരീരം, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതല്ലേ നമ്മുടെ അഭികാമ്യം. ഈ രോഗങ്ങൾ നിറഞ്ഞ, കഷ്ടതകൾ നിറഞ്ഞ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, പോരാട്ടങ്ങൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിന് കിട്ടിയതുപോലെ സ്തോത്രം. 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇന്നതാകും ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശ്യന്മാരാകും. ആരോട്? യേശു ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളവരായിത്തീരും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നൊരു പദം എപ്പോഴും ഞാൻ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? എനിക്കത് പ്രാപിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞാനത് ധ്യാനിക്കുന്നത്, അല്ല വേറെ ഒന്നിനും വേണ്ടിയല്ല. സ്തോത്രം, സ്തോത്രം. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. അതിൻ്റെ 29-30 വാക്യങ്ങൾ 8-ന്റെ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനും, അല്ല 28, 29, 30 ആദ്യജാതനായി മുന്നറിഞ്ഞവരെ, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം.
കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം യേശു ക്രിസ്തുവിന് കിട്ടിയ രൂപാന്തര ശരീരം. ഓ, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു ശരീരം. ഇപ്പോൾ ഈ ശരീരത്തിന് ഇതെല്ലാം ഉണ്ട്. കഷ്ടതയുണ്ട്, കണ്ണീരുണ്ട്, ദുഃഖമുണ്ട്, മുറവിളിയുണ്ട്, മരണമുണ്ട്. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു പോയാലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ ജീവിക്കും. ഏത് ശരീരത്തോടുകൂടി? ആത്മശരീരത്തോടുകൂടി. അടച്ചിട്ട മുറിയിൽ കടക്കാനുള്ള ശരീരം, ഇവിടെ നിന്ന് എവിടെ വേണമെങ്കിലും സെക്കൻഡ് കൊണ്ടിൽ എത്തുന്ന ശരീരം, കഷ്ടതകൾ തീണ്ടാത്ത ശരീരം, രാസായുധത്തിന്റെ പ്രയോഗങ്ങൾ ഏൽക്കാത്ത ശരീരം, കോവിഡ് ഏൽക്കാത്ത ശരീരം, കൊറോണ പിടിക്കാത്ത ശരീരം, മാരകമായ രോഗങ്ങൾക്ക് എത്തിനോക്കാൻ കഴിയാത്ത ശരീരം. ദൈവദൂതന്മാരെ പോലെ നമ്മളാകും. ദേവര വിവാഹം എന്നുള്ള വിഷയം അനുബന്ധിച്ച് കർത്താവ് ഒരു വിഷയം അവിടെ പഠിപ്പിച്ചു. സ്തോത്രം. ഒരുത്തനൊരു ഭാര്യനെ വിവാഹം കഴിച്ചു, അവനങ്ങനെ അത്തുപോയി. പിന്നെ അവൻ്റെ സഹോദരൻ, അങ്ങനെ 7 പേരും. അവസാനം അവളും ചത്തു. ഈ ഗുണം പിടിക്കാത്തവന്മാർ പോയി ചോദിക്കുക, എന്താ പുനരുദ്ധാനത്തിൽ അവർ ആർക്ക് ഭാര്യ? വല്ല വെളിവുള്ള ഇന്നത്തെ പാദമാല ചോദിക്കുന്ന ചോദ്യമുള്ളത്. നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നാൽ സ്വത്രം, നമുക്ക് വല്ലതും തിന്നാൻ കിട്ടണ്ടേ? വല്ലതും കിട്ടണ്ടേ? കിട്ടൂടോ തിന്നാൻ? സ്വത്രം. ദൈവദാസന്മാരായിട്ട് ഇറങ്ങി തിരിച്ചവർക്ക് സ്വത്രം, ദൈവം ആരെയും എന്ത് ചെയ്യത്തില്ല, മാനിക്കാതിരുന്നിട്ടില്ല. സ്വത്രം, സ്വത്രം. നീതിമാന്റെ സന്തതി അപ്പം വരക്കുന്നത് കണ്ടിട്ടില്ല. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരത്തില്ല. ഭക്ഷിക്കാൻ ഇത്തിരി കുറഞ്ഞു പോയാൽ, ഭക്ഷിക്കാൻ കുറഞ്ഞു പോയാൽ ചിന്തിച്ചോണം, ആത്മീയമായ വചനം ഭക്ഷിക്കാനായി കുറവൊന്നിരിക്കും. ഉടനെ ഇത് വചനം ഭക്ഷിക്കണം, ഇത് പ്രാർത്ഥിക്കണം, ഇത് വചനം ധ്യാനിക്കണം, ദൈവമുഖം നോക്കണം, അന്വേഷിക്കണം. ഇവിടെ മക്കളൊക്കെ നമുക്ക് നന്മ തരും, ശരിയാണ്. അതിനേക്കാൾ വലിയ നന്മയാണ് സ്വർഗത്തിൽ നിന്ന് തരുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തും. നമ്മളെ ആത്മീയമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഭൗതികമായിട്ടോ ഉന്മാനോടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അത് സന്തോഷം, അത് ദൈവവേലയ്ക്ക് വേണ്ടി, അത് ദൈവഹിതപ്രകാരം ഉപയോഗിക്കുക, അത് നല്ലതാണ്. സ്വത്രം. വല്ല ഉണ്ടെങ്കിലല്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, ഇല്ലാതെ കൊടുക്കാൻ പറ്റും. സ്വത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് നേടാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് ഈ റോമർ 8 എഴുതിയിരിക്കുന്ന വിഷയമാണ്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതിനാ ഞാൻ ജീവിക്കുന്നത്, അതിനാ ഞാൻ പ്രസംഗിക്കുന്നത്. അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ ഗോള്, അതാണ് 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 അല്ലാതെ മറ്റൊന്നല്ല. ഹല്ലേലൂയ. നമുക്ക് നന്മയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ വരുമായിരിക്കാം. എന്നാൽ അതിനേക്കാൾ വലിയ നന്മ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകളാണ്. അത് കർത്താവിൻ്റെ സന്നിധിയിലുണ്ട്. അത് നമ്മളിരുന്ന് പ്രാപിച്ചെടുക്കണം. ഒരു ഭൂകമ്പം വന്ന്, ഒരു കഷ്ടത വന്ന്, ഒരു വയനാട് നമ്മുടെ ഇവിടെ ആവർത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുകയല്ല. അതിനു മുൻപ് മുടങ്കാൽ മടക്കണം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദേശത്തിന് സൗഖ്യം കൊടുക്കും. വയനാടിന് സൗഖ്യം കൊടുക്കാനും, വയനാടിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അവരുടെ ഭൗതിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിനും പല സംഘടനകൾക്കും കഴിയും. നിങ്ങൾക്ക് കേൾക്കണോ ഒരു സന്തോഷ വാർത്ത? അവിടെയുള്ള ജനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും കിടക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നദി പോലെ ഒഴുകാനിടയായിത്തീരും. മരിച്ചുപോയ അവരുടെ ആത്മാവിൻ്റെ രക്ഷ ഏത് നിലയിൽ അവർക്ക് കൊടുക്കാൻ പറ്റും? ചിന്തിച്ചു നോക്കി. അവരുടെ ആത്മാവിൻ്റെ രക്ഷ എവിടെ? മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നെയും ജീവിക്കത്തില്ലേ? കന്നുകാലികൾ മരിക്കുന്ന പോലെ മനുഷ്യൻ മരിക്കുമോ? ഇല്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയല്ലേ? ഹല്ലേലൂയ. അവിടെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആര് എവിടെ ചെന്ന് കാണും? ഹല്ലേലൂയ. എനിക്കവിടെ ചെല്ലാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു, ദൈവമേ അവരെ ആത്മീയമായി ഉദ്ധരിക്കണമേ, അവരെ രക്ഷിക്കണമേ, കർത്താവ് അവരെ വിടുവിക്കണമേ. മരിച്ചുപോയൊരു പോയി മണ്ണിനടിയിൽ ഇനിയും 200 ചില്ലുവാനും ഡെഡ് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റാത്തത് എവിടെ കിടന്ന് നടക്കാനാ? ഒരു ഗ്രാമം, ഒരു പട്ടണം മുഴുവൻ തകർന്ന് തരിപ്പണമായി. എവിടേക്കിട്ട് തോണ്ടുവരെ? ഇച്ചിരിക്കില്ലാത്ത സാധനം കൊണ്ടിട്ടില്ലേ തോണ്ടുന്നത്? എവിടേക്കിട്ട് തോണ്ട്?
ഹല്ലേലൂയ. 15 ഏക്കർ തോണ്ടി മറിക്കാൻ പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഹല്ലേലൂയ. അതെല്ലാം മണ്ണോട് നമ്മൾ ചെയ്യും. കർത്താവിന്റെ വചനം പറഞ്ഞ് ശരി, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരിച്ചു. അങ്ങനെ ചേർന്നു. നീ അതിനെ എടുത്താലായി, എടുത്തില്ലേ. ആത്മാവിന്റെ രക്ഷയ്ക്ക് ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വചനം കേൾക്കുന്നവരെ ഒരു നിമിഷം നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുടങ്കാൽ മടക്കി പ്രാർത്ഥിക്കാം. ആ ജീവിച്ചിരിക്കുന്നവരെങ്കിലും കർത്താവിനെ അറിഞ്ഞ് അവരെങ്കിലും ദൈവരാജ്യത്തിന്റെ അംശങ്ങളായി മാറുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണുനീര് അതിനു വേണ്ടി ഒഴുകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നമ്മൾ 13-14 വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. അടുത്ത അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. സ്തോത്രം, സ്തോത്രം. ഇതെന്താണ് ഈ വേദഭാഗത്തിരുന്ന പഠനം? ഹല്ലേലൂയ. 13 വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിച്ചു. എങ്ങനെ ജീവിപ്പിച്ചു? ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലുള്ള വിശ്വാസത്താൽ നിങ്ങളെ ജീവിപ്പിച്ചു, ഉയർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 14-15 വാക്യം, സാത്താന്റെ പ്രവൃത്തികളെ ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ നിർവീര്യമാക്കി എന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. ഇതിന് 2-3 ആത്മീയമായ വളരെ നിഗൂഢമായ സത്യങ്ങൾ ഇതിൽ പറഞ്ഞു കിടപ്പുണ്ട്. അത് നമ്മൾ ആത്മാവിലൊന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുക. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത്. ഏതാണ് ഈ കൈയെഴുത്ത്? 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ കൈയെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം എല്ലാവരും എടുത്താട്ടെ. ഹല്ലേലൂയ. 3-ാം അധ്യായം വായിച്ചാൽ അതിന്റെ 3 വായിച്ചാൽ മതി. ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ആമേൻ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, സ്തോത്രം, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത്, ന്യായപ്രമാണത്തിന്റെ കൈയെഴുത്തുകൾ മായ്ച്ചിട്ട് എന്ത് ചെയ്തു? ഒരു പുതിയ പ്രമാണം നമുക്ക് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, മോശയുടെ പ്രമാണം, സ്തോത്രം, നമുക്ക് അനുസരിക്കാൻ പറ്റാത്തതായിരുന്നു. ഹല്ലേലൂയ. അതനുസരിച്ചവരാരുമില്ല. പ്രമാണം ഏറ്റുവാങ്ങിയവൻ പോലും അതനുസരിച്ചില്ല. അല്ലേ? മോശെ ആത്മീയ അക്ഷരീയ കനാൻ കാണിക്കാത്ത 2 കാര്യങ്ങൾ അതല്ലേ? ആ പ്രമാണത്തിലുണ്ടായ 2 തെറ്റവും ചെയ്തു എന്നുള്ളതല്ലേ? സ്തോത്രം. അത് ഇവിടെ പറയുന്നു, സ്തോത്രം, സ്തോത്രം. അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് മായ്ച്ചു. ആ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതികൾ മാറ്റിയിട്ട് ഗലാത്യർ 6:2 തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നമുക്ക് തന്നു. അതൊന്നും എടുത്ത് വായിക്കാൻ വേണമെങ്കിൽ ഗലാത്യർ 6:2 ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണമായ കൈയെഴുത്ത് മായ്ച്ച് ക്രിസ്തുവിന്റെ മതി. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എവിടെ എഴുതിയെന്നാണ് എഴുതിയിരിക്കുന്നത്? പുതിയ നിയമം പഠിക്കുമ്പോൾ ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതി തന്നു. അവിടെ അത് കൽപ്പലകയിൽ എഴുതി കൊടുത്തു. ആ പ്രമാണം കൊല്ലുന്ന പ്രമാണം, മരണത്തിന്റെ പ്രമാണം, ഇരുട്ടിന്റെ പ്രമാണം എന്ന് 2 കൊരിന്ത്യർ 3-ന്റെ 3, 4, 5, 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചവർ ഇപ്പോൾ വായിക്കാൻ സമയമില്ല, പഠിക്കാനുള്ളവർ പഠിച്ചുകൊള്ളുക. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3, 4, 5, 6, 7, 8 പഠിക്കുമ്പോൾ ഇത് കൊല്ലുന്ന പ്രമാണം, ഇത് മരണത്തിന്റെ പ്രമാണം, ഇത് ഇരുട്ടിന്റെ പ്രമാണം, അതനുസരിക്കാൻ കഴിയാത്ത പ്രമാണം, അത് സ്ത്രീയുടെ സന്തതി വരുന്നവരെ കൊടുത്തൊരു ടെമ്പററി പ്രമാണം. എന്നാൽ ഒരിക്കലായി പരമേൽപ്പിക്കട്ട വിശ്വാസ പ്രമാണം, ക്രിസ്തുവിന്റെ പ്രമാണം. ഗലാത്യർ 6:2 പൗലോസ് പറയുന്നു,
തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അതിനെയാണ് ഇന്ന് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. അതാണ് എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഇതൊക്കെ എപ്പോഴും വായിച്ച് ദേവദാസന്മാരും വിശ്വാസികളും കേൾക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. വായിക്കാം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആമേൻ നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ഹല്ലേലൂയ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും ഇത് നിങ്ങളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. അടുത്ത മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ 3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുക. അടുത്ത ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവർ അടുത്ത് പറഞ്ഞിരിക്കുന്ന ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മാലിന്യമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ എത്ര കഠിനമേറിയ ശിക്ഷ. ഈ കഠിനമേറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ നമുക്കതിന് എങ്ങനെ ഒരു നിർവചനം കൊടുക്കാം? എന്താ മമ്മി ഒന്ന് പറഞ്ഞു? എന്താ ഈ കഠിനമേറിയ ശിക്ഷ? നരകം, നിത്യ നരകം. അതാ കഠിനമായ ശിക്ഷ. ഹല്ലേലൂയ. അതിനപ്പുറമായിട്ടൊരു ശിക്ഷ ഉണ്ടോ? ഇല്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ഏറ്റവും കഠിനമായ ശിക്ഷ തൂക്കുകയറാണ് അല്ലേ? തൂക്കുകയറ, മരണത്തിന് വിധിക്കുക. ലിവർ വലിക്കുമ്പോൾ പ്ലാറ്റ്ഫോം മാറുകയും കഴുത്തിലേക്ക് കുറുക്ക് മുറുകി ചാകുകയും ചെയ്യും. ഉടനെ ഡോക്ടർ വന്ന് പൾസ് നോക്കി മരിച്ചു എന്ന് ഉറപ്പായി കൊണ്ടുപോകും. ആക്ഷരിക മരണമാണ് അവിടെ. ഇവിടെ ആത്മീക മരണം. ഇത് ഈ നിലയിൽ നമ്മൾ പഠിച്ചെടുക്കണം. ഈ നിലയിൽ ഗൗരവത്തോടെ ഈ വിഷയത്തെ പഠിച്ചെടുത്ത് നമ്മൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ പോകുന്നവരെ നമ്മൾ ഉപദേശത്ത് പറഞ്ഞ് നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ നശിച്ചു പോകരുത്. ദൈവത്തിന് മുഖപക്ഷമില്ല. സാംബാസ് ഇത്രയും പ്രസംഗിച്ചിട്ട് നാളെ ദൈവകൽപ്പന ലംഘിച്ചു പോയാൽ എനിക്കും രക്ഷയില്ല. എൻ്റെ പേടിയതാ. കുറച്ച് നാളൊരു വിശ്വാസിയായിട്ട് ജീവിച്ചു, ഒരു ശുശ്രൂഷനായിട്ട് ജീവിച്ചു, അവസാനം ഒരു ദ്രവ്യാഗ്രഹിയായി, അവസാനം ലോകത്തിൻ്റെ താളം അനുസരിച്ച് തുള്ളുകയും സ്വത്രം ലോകത്തിന്റെ തോളിൽ കൈയിട്ട് പോവുകയും ചെയ്തിട്ട് അവസാനം ശിക്ഷാവിധിയിൽ അകപ്പെട്ടാൽ എന്തായിരിക്കും? ഒരു പ്രയോജനവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് ഏറ്റവും വലിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു, നമ്മളെ ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. 2. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒന്നുകിൽ നിത്യമായ നരകാഗ്നി, അല്ലെങ്കിൽ നിത്യമായ സന്തോഷം. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് സന്തോഷം അനുഭവിച്ച് കർത്താവിനെ സ്വത്രം വെളിപ്പാട് പുസ്തകവും മറ്റനേക പ്രവചന പുസ്തകങ്ങളിൽ കൂടി കോർത്തിണക്കി പഠിക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്കൊരൊറ്റ പണിയേ ഉള്ളൂ, അവരെ ആരാധിച്ചോണ്ടിരിക്കുക, ദൈവത്തെ ആരാധിക്കുക. പണ്ടൊരു വാസ് പറഞ്ഞ സ്വർഗത്തിൽ ചെന്ന കൈയും കെട്ടിയിരിക്കുക. ആരാ പറഞ്ഞ കൈയും കെട്ടിയിരിക്കുക? ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാ പറയും, ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിച്ച് സ്വത്രം ആ അനുഭവം പ്രാപിച്ചവർക്കാണ് അവിടെ പോയി ആരാധിക്കുക. അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കാം. സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. യേശു കർത്താവ് പറഞ്ഞ് ആരാധിക്കേണ്ട പിതാവിനെയാണെന്ന്. സ്വത്രം സ്വത്രം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിന് സത്യത്തിൽ നമസ്കരിക്കുന്ന നാടിയവർ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ, ദൈവത്തെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാപിച്ചു. എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവമാത്മാവാകുന്നു. അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇന്ന് നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്ന ഈ കഷ്ടതകളും ബുദ്ധിമുട്ടുകളെല്ലാം മാറി സ്വത്രം സ്വത്രം ക്രിസ്തുവിനെ പോലെ രൂപാന്തര ശരീരം ലഭിച്ച് സ്വർഗീയ സന്തോഷത്തിന്റെ തിമിർപ്പിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. റോമർ 8:18 ആണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചേ. 8:18. 8:18 ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. റോമർ 8:18 മുതൽ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സ് വിചാരിച്ചാൽ കറക്റ്റ്.
നമ്മൾ വെളിപ്പെടുവാനുള്ള അവിടെ നിൽക്കട്ടെ, വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിചാരിക്കണേ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിചാരിക്കണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, വചനം ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ തേജസ്സിന്റെ ശരീരം, കഷ്ടതകളില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, എല്ലാ വൃക്ഷഫലവും തിന്നാം. ഇന്നിപ്പോ എല്ലാം തിന്നാൻ പറ്റത്തില്ല. അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാൻ പാടില്ല, ഉപ്പ് തിന്നാൻ പാടില്ല, മുളക് തിന്നാൻ പാടില്ല, പിന്നെ കാഡ്ബറീസ് ബിസ്ക്കറ്റ് വിഷം തിന്നാൻ പാടില്ല. ലോകത്ത് ഇപ്പോൾ ഈ കമ്പനികൾ ഉണ്ടാക്കി തരുന്ന ഒട്ടുമുക്കാലം നമുക്ക് തിന്നാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ട്, എന്തെങ്കിലും മേടിച്ചോണ്ടെന്ന് ഇത് അവൻ തിന്നണ്ട, എന്നാൽ ഞാൻ തിന്നോളാം, സ്വത്രം നമ്മളെന്തായാലും ചായ അവരിക്കുക തിന്നല്ലാണ്ട് അവന് കൊടുക്കല്ല, അവന് കൊടുക്കല്ല, അവന് കൊടുക്കല്ല, അവന് കൊടുക്കല്ല, അത് കൊടുക്കല്ല, ഇത് കൊടുക്കല്ല, അത് കൊടുക്കല്ല, ഒന്നും തിന്നാൻ പാടില്ല. സ്വത്രം ഉറക്കത്തിൽ ശരി, അവർ പറയുന്നത് ശരിയാ, കുഞ്ഞിന് ആരോഗ്യത്തിനത് കേടാ, അല്ലെങ്കിൽ അത്രയും ഗുണനിലവാരമാണ്. ഞാൻ പറയുന്നതിന് പറയുന്നത് വിഷമൊന്നും അടിക്കാത്ത ഫ്രൂട്ട്സ് കൊടുത്തു, ഈ കുന്നും ഒന്നും കൊടുക്കണ്ട, ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്, പഴവർഗ്ഗങ്ങൾ കുടിച്ചോ. അത് വിഷം അടിച്ച് കയറ്റുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാനാ? നമ്മൾ നട്ടു വളർത്തുക, അല്ല പിന്നെ എന്ത് ചെയ്യാനാ? സ്വത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഒന്ന് എന്നാൽ ഏതൻ തോട്ടത്തിലെ ഈ തേജസ് നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമുക്ക് കിട്ടുന്നില്ലേ? എല്ലാം തിന്നാം, എല്ലാം ഇഷ്ടം പോലെ. ഓ ഹല്ലേലൂയ. വെയിലാറുമ്പോൾ തമ്പുരാൻ വന്ന് ആദാമും ഹവ്വയോടും സംസർഗം ചെയ്തു. അവർ തമ്മിൽ സംസർഗം ചെയ്തു സന്തോഷമായിട്ട് ദൈവവും മനുഷ്യനുമായിട്ട് ഇത് വലിയ കൂട്ടായ്മ ആചരിച്ചുകൊണ്ടിരുന്നൊരു കാലം. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തേജസ് നഷ്ടമായി. റോമർ 8:18 പറയുന്നത്, വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ തേജസ്സിന്റെ ശരീരത്തെക്കുറിച്ച് വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം. ഓ, വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം. ശാന്തമായിട്ട് കണ്ണൊക്കെ അടച്ച്, പണ്ട് ഗാനവച്ചൻ പറഞ്ഞല്ലോ, ഒരു വീടിൻ്റെ പൂമുഖത്ത് ഒരു കസേര എടുത്തിട്ടിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി കസേര കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണമെന്ന്. എന്ത് ചിന്തിക്കണം? ഞാൻ ചത്തുപോയെന്നും, പാസ്റ്റർ വന്നെന്നും, വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നെന്നും, കുഴി വെട്ടട്ടെന്നും, പിന്നെ എവിടെ അടക്കണമെന്നും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിങ്ങനെ കിടന്നാൽ വളരെ വിനയവും താഴ്മയും നമുക്ക് കിട്ടുമെന്ന് അച്ഛൻ പറയാറുണ്ട്. വലിയ സന്തോഷമാണ്. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം, എനിക്ക് കിട്ടാൻ പോകുന്ന രൂപാന്തരം. ഹല്ലേലൂയ. അതല്ലേ പൗലോസ് പറഞ്ഞത് ഫിലിപ്പിയർ 4:8, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളീ. ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കുന്ന പെന്തോക്കോ സമൂഹമേ, വരുവാനുള്ള തേജസ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. നമുക്ക് ലഭിക്കാൻ പോകുന്ന രൂപാന്തര ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എത്ര മനോഹരമാണ്! അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമുക്കൊരു വിഷയമല്ല. അപ്പൊ പൗലോസിനെ പോലെ നമുക്ക് പറയാം, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു ഇല്ല. ഇത് മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബോധം കിട്ടും തുടങ്ങി വീഴും. പിന്നെ 6 മാസം അങ്ങനെ കിടക്കും ചാകാതെ പേടിച്ച്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞു, ഇതേ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നു, രാത്രി എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. മുല്ലപ്പെരിയാർ അപ്പുറത്തിരിക്കുന്നു, ഭൂകമ്പം ഇപ്പുറത്ത് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. അവിടെ യുദ്ധവെറിയന്മാർ മാരകമായ ആയുധങ്ങൾ ശേഖരിച്ച് മിഡിൽ ഈസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാം? ഹിരോഷിമ നാഗസാക്കിൽ വീണ ബോംബിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10,000 മടങ്ങ് ശക്തിയുള്ള ബോംബുകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് 5 നേരം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ വിളിക്കുക, പച്ചവെള്ളം കൊല്ലാനായിട്ടിരിക്കുക. അച്ചായന്മാരും ഒട്ടും പുറകിലല്ല, അവരും യവനെയും കൊല്ലും ഞാനും ചാവും പറഞ്ഞ് അവരും നിൽക്കുക. സ്തോത്രം. ഇതിൻ്റെയൊക്കെ നടുവിൽ നമ്മളിങ്ങനെ ആയിരിക്കുകയാണെന്നൊരു ചിന്ത നമുക്ക് വേണം. സ്തോത്രം. അതുകൊണ്ട് എപ്പോൾ എന്ത് സംഭവിച്ചാലും വിഷയമല്ല. പൗലോസിനെ പോലെ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. ആ പൗലോസിന്റെ പ്രമാണം, ആ ഉപദേശം, ആ കാഴ്ചപ്പാട് നമുക്കൊന്ന് ഒപ്പിയെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ ശാപകരമായ അവസ്ഥകളൊക്കെ ദൈവം മാറ്റിത്തന്നു, മാറ്റിത്തന്നു, മാറ്റിത്തന്നു. ഇപ്പൊ പലരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഗലാത്യ ലേഖനം ഞാൻ പഠിച്ചു വന്നപ്പോൾ
ഹല്ലേലൂയ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ഗലാത്യലേഖനം 3:13-14 മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ. വിശ്വാസത്താൽ. ന്യായപ്രമാണത്തിന് കീഴ് ആശ്രയിക്കുന്നവർക്ക് ശപിക്കപ്പെട്ടവരാ. ഗലാത്യർ 1:6 മുതൽ പഠിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് പറയുന്നതുകൊണ്ട് എന്നെ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം മറന്നുപോയ ഒരു വാക്യമാണ് ഗലാത്യർ 1:6 മുതൽ 9 വാക്യം. ഞാൻ മുൻ പറഞ്ഞതുപോലെ പിന്നെയും പറയുന്നു. സ്തോത്രം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗദൂതനാണ് നിങ്ങൾ സുവിശേഷം ശപിക്കപ്പെട്ടവർ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. അപ്പോസ്തലന്മാർ തരുന്ന ആ പാറ്റേൺ ഉണ്ടല്ലോ, ഒരെണ്ണം പോലും മാറ്റാൻ പാടില്ല. കൊരയും ചിരിയും ശർദ്ദലും ഊതലും ഉന്തലും ഒക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കെടുന്നു വന്ന ഈവിൾ സ്പിരിറ്റിന്റെ ഉപദേശങ്ങളാണ്. അതൊന്നും ദൈവമക്കൾ അനുകരിക്കരുത്, അത് ചെയ്യരുത്. ഹല്ലേലൂയ. അത് ബാംഗ്ലൂരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ട് അവർക്ക് വേണ്ടി കിടന്ന് കരയാന്നല്ലാണ്ട് വേറെ എന്തോ പറയാനാ. ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തിയില്ല, ജഡത്തിന്റെയും പിശാചിന്റെയും തേർവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ എല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ക്രിസ്തുവിന്റെ ഏകപുരുഷന്റെ നിർമ്മലയെ നീപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം. അപ്പൊ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് പുതിയ നിയമസഭ. ഇനി അടുത്ത ഉപദേശം, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ സഭയെക്കുറിച്ച് പൗലോസ് ഭയപ്പെട്ടു. സഭയെക്കുറിച്ച് പൗലോസ് ഭയപ്പെട്ടത് നടന്നു. സഭ വഷളായി. കുസ്തുന്ത്യോസ് ചക്രവർത്തി മാനസാന്തരപ്പെടാതെ സഭയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി സാത്താൻ കൊണ്ടുവന്നാണ്. അവനും അവന്റെ അനുയായികളും കയറി വന്നു. സഭ ദുരുപദേശത്തിലേക്ക് മൂക്കുകുത്തി വീണു. ഇന്ന് കാണുന്ന ഈ പള്ളിയാരാധനകളും വിഗ്രഹാരാധനകളും ഈ കാണുന്ന എല്ലാ വചനവിരുദ്ധമായ കാര്യങ്ങളും അതോടെ സഭയിൽ പ്രവേശിച്ചു. അപ്പോസ്തലന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ടിരുന്ന ആ പുതിയ നിയമസഭ പിശാച് വികൃതമാക്കി കാണും. എന്നാൽ അതിൽ നിന്ന് വേദപണ്ഡിതന്മാർ പറയുന്നത് എങ്ങനെയാണ്? കാലത്തിന്റെ കടന്നുപോക്കിൽ സ്വത്രം ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. മാർട്ടിൻ ലൂതർ, ഈസ് എ മാൻ ഓഫ് ഗോഡ്. അവൻ മുഖാന്തരം ജോൺ വിക്ലിഫ്, അങ്ങനെ പല പല പാസ്റ്റർമാരെയും ദൈവം എഴുന്നേൽപ്പിച്ചു, കർത്താവിദാസന്മാർ. അവരിലൂടെ ഒരു നവീകരണത്തിന്റെ കാറ്റടിച്ച് വിശ്വാസത്താലുള്ള നീതീകരണവും പിതാവ് പുത്രന്റെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും അഭിഷേകവും ഒക്കെ സഭയിലേക്ക് കയറി വന്നു. അങ്ങനെ ആ ഉപദേശ സത്യങ്ങൾ എനിക്ക് നിങ്ങൾക്കൊക്കെ കിട്ടാനില്ല. അതുകൂടി കുത്തിക്കലക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് പലരും. ആ പ്രമാണം കൂടി. അപ്പോഴാണ് ഈ വാക്യത്തിന്റെ പ്രസക്തി. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് അഹരോന്റെ മക്കളായ നാദാബും ഹബീഗുവും വെന്തമരാനിടയായ കാരണം? അന്യാഗ്നി കത്തിച്ചതാണ്. കേരളക്കരയിലും ലോകമെമ്പാടും അന്യാഗ്നി കത്തിക്കുന്നവരോട് ഒരു ചെറിയ ഉപദേശി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ അന്യാഗ്നി കത്തിക്കുന്നത് നിർത്തൂ, എന്നിട്ട് ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങുക. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഈ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക, ഇല്ലെങ്കിൽ രക്ഷയില്ല. എനിക്കിത് പറയാനേ പറ്റത്തുള്ളൂ. ഞാനിത് ശക്തിയോടെ പറഞ്ഞു മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇവിടെ പൗലോസ് ഈ വിഷയം പറഞ്ഞത് കൊണ്ടാണ് അതിലേക്ക് പോകാൻ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെടുത്ത് ന്യായപ്രമാണം മായ്ച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം നമുക്ക് തന്നു. ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
ഒരു വലിയ മിസ്റ്ററി ഞാൻ വെളിപ്പെടുത്താൻ പോവാൻ ശ്രദ്ധിച്ചോണേ. പിശാചിന്റെ ആയുധവർഗം ദൈവം എന്ത് ചെയ്തു? ആ വചനപ്രകാരം എന്ന് പറഞ്ഞു, ആയുധവർഗം വെപ്പിച്ചു, താഴെ വെപ്പിച്ചു ആയുധം. ശ്രദ്ധിച്ചു കേട്ടെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഈ ഇസ്രയേലുകാർ യുദ്ധം ചെയ്ത് വരുമ്പോൾ ഒരു വീട് വളഞ്ഞ് ആക്രമിക്കും, വെടിവെക്കുക. വെടിവെൻ്റെ ഉള്ളിൽ ഹാമാസ് ഉണ്ട്, അവരുടെയൊക്കെ തോക്കൊക്കെ ഉണ്ട്. വെടിവെച്ച് നമ്മൾ പത്രത്തിലൂടെ ഒത്തിരി കാണുന്നതാണ്, വീഡിയോയിലൊക്കെ കാണാൻ പറ്റുന്നത്. വെടിവെച്ചിട്ട് അവർ മൈക്കിൽ വിളിച്ച് സറണ്ടർ ചെയ്യാൻ പറയും. അവർ സറണ്ടർ, അവർ വിളിച്ചൊരു ആയുധം വയ്ക്കാൻ പറയുന്നവർ. അവരെല്ലാം കൊണ്ടൊന്ന് ആയുധം കീഴെ വെക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ആയുധം കീഴെ വെച്ചിട്ട് എല്ലാം ഇങ്ങനെയൊക്കെ നിൽക്കും. ആനങ്ങിക്കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കളയുമല്ലേ. അതുപോലെ പിശാച് നമുക്കെതിരെ ഉയർത്തിയ ആയുധങ്ങളൊക്കെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിലൂടെ പിശാചിന്റെ ആയുധം കീഴെ വെപ്പിച്ചു. നിങ്ങൾ മർമ്മം പ്രസംഗിക്കാൻ പോവാ. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ സർവായുധവർഗം നമുക്ക് തന്നിരിക്കുക. പിശാചിന്റെ ആയുധവർഗം കീഴെ വെപ്പിച്ചിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ദൈവസഭയ്ക്ക് തന്നിരിക്കുക. ഈ ആയുധവർഗം വെച്ചോണ്ടാണ് കോടതി കയറി ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട്? ഈ ആയുധവർഗം വെച്ചിട്ടാണ് കിടന്ന് തമ്മിത്തല്ലുന്നത്. നിനക്ക് തമ്മിത്തല്ലാനുള്ള ആയുധമല്ല, ഇത് പിശാചിനോട് എതിരിടാനുള്ള ആയുധമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അവതരത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പിശാചിന്റെ ആയുധവർഗം കീഴെ വെപ്പിച്ചിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ സത്യം എന്ന ആയുധം, നീതി എന്ന ആയുധം സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാൽചെരുപ്പാക്കി സകല ദുഷ്ടന്റെ നിയമങ്ങളെ കെടുപ്പാന്റെ കൂടെ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ഈ ആത്മീയ ആയുധങ്ങൾ നമുക്കുണ്ടോ? പുതിയ നിയമസഭയെ ഉണ്ടോ? പാസ്റ്റർമാരെ ഉണ്ടോ? നമ്മളിൽ തേരാപ്പാറ നടക്കുക ശുശ്രൂഷയാണ്. അവിടെ ശുശ്രൂഷ, ഇവിടെ ശുശ്രൂഷ, എനിക്ക് തടസ്സമൊന്നുമില്ല. എവിടെ വേണേലും പോയി ശുശ്രൂഷ. സംഭവം ഇതുണ്ടോ? ഞാൻ ചോദിക്കും, വടക്കേന്ത്യയിലൊക്കെ നമ്മളെ കയറി അടിക്കാനുള്ള കാരണം എന്താണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെപ്പോലെ നിങ്ങളെയുള്ള പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വടിയൊക്കെ അടിച്ച് പൊടിക്കുക, ഓടറാന്ന് പറയും. ഒരുത്തരും എഴുന്നേറ്റ് നിൽക്കണ ഉപദേശമുണ്ട് നമുക്ക് പറയാൻ ആരുമില്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ഉപദേശിയുടെ പേരങ്ങനെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ പ്രസംഗിച്ച് നിൽക്കുമ്പോൾ ഒരുത്തനൊരു വാക്കത്തിയായിട്ട് ഇങ്ങനെ വെട്ടാൻ പോകും. പുള്ളി പറഞ്ഞു, നിൽക്ക് സോദര പതിക്കാം. അവിടെ നിന്നു ആ കത്തിയും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ സഹോദരന്മാരെല്ലാം കൂടി പിടിച്ച് കത്തി തറയിലിട്ട് കൈ അങ്ങനെ തന്നെ പൊങ്ങിയിരിക്കുക. പിന്നെ ഉപദേശി എന്ന് പ്രാർത്ഥിച്ചിട്ടൂടെ കൈ ആശാരി ഉപദേശിയല്ല, വേറെ ആശാരി ഉപദേശി അതിലും വലിയ അത്ഭുതം. ഈ സ്തോത്രം ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ഫീസ് ഊരി കിടന്നു. 3-ാമത് പ്രാവശ്യം ഫീസ് ഊരിയപ്പോൾ ഊരരുത് എന്ന് പറഞ്ഞു. ഊരിയാൽ എന്ത് ചെയ്യും? എന്താന്ന് വെച്ചാൽ കത്തി വീണുപോയി. ഒരു തീകഷ്ണമായിട്ട് വീണു. ഈ ചെലന്തി ചത്ത് കിടന്നാൽ എങ്ങനെ കിടക്കും? കരിഞ്ഞു കിടക്കണം, അതുപോലെ കിടക്കും ഒരു വ്യക്തി. എന്നിട്ട് പുള്ളി പറഞ്ഞു, വേദോസ്തമായിട്ട് ആ ദേശത്തൂടി ഒരുത്തം പോയി ആനങ്ങത്തിന് തിരിഞ്ഞു നോക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടത് വടക്കേന്ത്യയിലെ കാണാത്തത് കേരളത്തിൽ ഇതൊക്കെ കാണണം. എൻ്റെ ആഗ്രഹം അതാ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പേര് വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടെ നിൽക്ക് സഹോദരാന്ന് പറയണം. അധികാരം പ്രാപിക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുക്കളുടെ സകലവരത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ വരുന്നവർ അവരുടെ മേൻപവറിലാണോ വരുന്നത്? അവർ പിശാചിന്റെ ആത്മാവല്ലേ അവരെ കൊണ്ടുവരുന്നത്? അവിടെ ദൈവദാസന്മാർക്ക് ശക്തി എവിടെ? ദൈവസഭ ഭരിക്കുന്ന കരുത്തന്മാർ എവിടെ പോയി? ഫസ്റ്റ് ക്യാപ്റ്റൻ ശമ്പൽ ചോദിച്ചു, ദൈവസഭയുടെ അപ്പോസ്തലന്മാർ എവിടെ? അവർ അമേരിക്കയിലും അവർ ഗൾഫിലും കാശുണ്ടാക്കാൻ പോയിരിക്കും. പിന്നെന്താ ചെയ്യും? കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും വഴിയുണ്ടോ? ആദ്യം അപ്പോസ്തലന്മാർ ചെയ്തിരുന്ന ഒരു കാര്യം എന്താ? അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു. എടുക്കുക പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. ഇതിന് നല്ലൊരു ഉദാഹരണം നമുക്ക് പഠിക്കാം. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വലിയ ഉദാഹരണം ഞാൻ പല സ്ഥലത്തും അത് പ്രസംഗിക്കാറുണ്ട്. മുടന്തൻ സൗഖ്യമായത് നിമിത്തമുണ്ടായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ്. അതിനോടനുബന്ധിച്ച് അവരെ വിട്ട് 23 തൊട്ട് വായിക്കാം. 4-23 അവരെ വിട്ടയച്ച ശേഷം
വിട്ടയച്ച ശേഷം ആ. അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് ആ. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് ആ. അവർ ഒരുമനപ്പെട്ട് ആ. ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. അവർ ഒരുമനപ്പെട്ട് വക്കീലിന്റെ അടുക്കലും കോടതി കയറാൻ പോയല്ല ചെയ്തത്. അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ ഞങ്ങൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്ന്. ആമേൻ. സ്തോത്രം. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. സ്തോത്രം. നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കയ്യും ആലോചനയും നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം. ഇപ്പോഴും കർത്താവേ അവരുടെ ഭീഷണികളെ കണ്ടോ? അപ്പോസ്തലന്മാർ പറയണ കേട്ടോ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും ആമേൻ. നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ സ്ഥാപിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. അവര് ചോദിച്ചത് ഞങ്ങളെ എതിരാളികളെല്ലാം ദഹിപ്പിച്ചു കളയണമെന്നല്ല, നിന്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ കൃപ തരണമേ. അടുത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ തന്നെ പിന്നെയും ആത്മശക്തിയിലേക്ക് നടത്തപ്പെടുന്നു. അതാണ് അടുത്ത വിഷയം. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ. ഉള്ളവരായിരുന്നു, പറഞ്ഞില്ല. ആമേൻ. അപ്പോസ്തലന്മാർ 33-ാം വാക്യം തങ്കലിപിൽ എഴുതി വെക്കണം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മതി മുട്ടുള്ളവനാരും അവരുടെ ഉണ്ടായി. നമ്മളിപ്പോൾ മുട്ടുള്ളവരേ ഉള്ളൂ. ഒരാത്മശക്തിയുമില്ല, ഒരു ദൈവകൃപയുമില്ല, ഒരു വചനജ്ഞാനവുമില്ല, യാതൊരു ആത്മീകമായ കൃപകളും വരങ്ങളൊന്നും പുതിയ നിയമസഭയ്ക്ക് ഇല്ല. ആകെ കൂടി ഉള്ള ഒരു വരം ഞാൻ നോക്കിയിട്ട് കോടതി കയറാനുള്ള വരം. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. സ്വത്രം. അപ്പോസ്തലന്മാർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരുന്നു. അതുപോലെ ഉറ്റിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അതുപോലെ പ്രാർത്ഥനയിൽ താണിരിക്കാൻ ദൈവത്തിൽ ഉണ്ടോ? കുറ്റങ്ങൾ കുറവുകൾ സംബന്ധിച്ച് ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ നടന്നതുപോലെ ചില ദൈവപ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ നടക്കണം. ജാതികൾ അത് കാണണം. ഹല്ലേലൂയ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തൊരു സാമാന്യ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നവരെന്നറിയും. സ്കൂളിൽ പോകാത്ത പത്രോസ്, സ്കൂളിൽ പോകാത്ത യോഹന്നാൻ, അവരുടെ ധൈര്യം കണ്ടിട്ട് ശാസ്ത്രിമാരും പരീശന്മാരും സുവിശേഷ വിരോധികളായിട്ടുള്ള ഒരു വലിയ സംഘം അവരെന്ത് ചെയ്തു? പേടിച്ചു പോയി. അവരുടെ ധൈര്യം ചോർന്നു പോയി. ഇവരെ കണ്ടിട്ട് അവരാശ്ചര്യപ്പെട്ടു. എന്താ ഇവരിങ്ങനെ ചെയ്യുന്നത്? ഹല്ലേലൂയ. അടുക്കാൻ പറ്റിയില്ല. മനസ്സിലായി? ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? പത്രോസിനെ കൊല്ലാൻ പോവാ. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭകളുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്, ഉപവാസം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഈ ന്യൂ ജനറേഷൻ ചർച്ചകാർ ഭയങ്കര പ്രാർത്ഥനയും പാട്ടും ആരാധനയും എല്ലാവിധ കോമാളിത്തരങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു മനസ്സോടെ അവർ ദൈവവചനത്തിന്റെ വിശുദ്ധിയും വേർപാടും ഉപദേശങ്ങളും പാലിച്ചുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടാകണം. അവിടെ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. വടക്കേന്ത്യയിൽ വീട് കയറി തല്ലുന്നു, സഭാഹോള് തല്ലിപ്പൊളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥന റിക്വസ്റ്റ്, ഇന്ന പാസ്റ്ററെ തല്ലി, ഇന്നവരെ തല്ലി, ഇന്നവളെ കൊന്നു, അവരെ വെട്ടി, അവിടെ ഇത് വെട്ടി.
ഇങ്ങനെ വന്നുകൊണ്ട് രാഷ്ട്രീയക്കാർ പകപോക്കുന്ന പോലെ ഇവരും സഭയിൽ കരുതി ബഹളം ഉണ്ടാക്കുക. നമ്മളിതെല്ലാം കണ്ടിട്ട് വേദനപ്പെട്ടിരിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവസഭ മടങ്ങി വരട്ടെ, പ്രമാണത്തിലേക്ക് മടങ്ങി വരട്ടെ, ഒരു മനസ്സാകട്ടെ, ഉപദേശപ്രകാരം ജീവിക്കുന്ന സഭകൾ ഒന്നാകട്ടെ, അവർ ഒരു മനസ്സോടെ ദൈവത്തിൽ ഉപവസിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് അവർ ജീവിക്കട്ടെ, അവർ ദൈവത്തോട് ഒരു മനസ്സോടെ നിലവിളിക്കട്ടെ, ഏക ഹൃദയവും ഏക മനസ്സും ഒരു മനസ്സുമുള്ളവരായി ദൈവത്തിൽ ഇരിക്കട്ടെ. പ്രമാണമൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, ആത്മാവൊന്ന്. സ്തോത്രം. എഫേസ്യ ലേഖനം 4:1 വായിക്കാൻ സമയമില്ല, ഞാൻ നിർത്താൻ പോവാം. സ്തോത്രം. എല്ലാം വേണമെങ്കിൽ ഒന്നെടുത്ത് വായിച്ചൊന്ന് വായിച്ചു, അത് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എഫേസ്യ ലേഖനം 4:1. ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന ഉപദേശം പറയുന്നേ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്ത് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, അത് മതി മതി മതി. സ്നാനമൊന്ന്, പ്രമാണമൊന്ന്, ഉപദേശമൊന്ന്, എല്ലാം ഒന്ന്. ഈ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥപ്രകാരം എല്ലാവരും ഒരുപോലെ വരണം, അത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, ഒരു മനസ്സുള്ളവരാകണം. പാലക്ക പിരിഞ്ഞ പോലെ ഇരിക്കരുത്. പാലക്ക പിരിഞ്ഞ പോലെ ഇരുന്നിട്ട് മേശയെ അനുഭവിക്കുക. എന്തിനു കൊള്ളാം? ഹല്ലേലൂയ. ഒരു മനസ്സായിട്ട് ഒരു 5 പേരിരുന്ന് ഒരുമിച്ച് കർത്താവിന്റെ മേശ ഭക്ഷിക്കട്ടെ. അതല്ലേ അനുഗ്രഹം, അതല്ലേ നന്മ, അതല്ലേ വിടുതൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ പ്രധാനമായിട്ട് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട അനേക കാര്യങ്ങൾ പഠിച്ചുവെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പിശാചിൻ്റെ ആയുധവർഗം കീഴെ വെപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ദൈവസഭയ്ക്ക് ആയുധം തന്നിരിക്കുകയാണ്. എന്താണ് ആയുധം? സത്യമരക്കി കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ ദീപംപുള്ളിയിൽ കെടുപ്പാൻ തക്കോണം, വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും, ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ഒരായുധം കൂടെ ഉണ്ട്. 1 പത്രോസ് 4:1. കഷ്ടത. അന്ന് വായിക്കാം. കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിപ്പിൽ. അപ്പൊ 1 പത്രോസ് 4:1. ഇത് വായിച്ചപ്പോൾ ചെറു സഭയെ വായിച്ചപ്പോൾ ജനത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. മതി. അപ്പോ 8ാമത്തെ ആയുധം കഷ്ടതയാണ്. ആർക്കും വേണ്ടാത്ത ആയുധം. അതാർക്കും വേണ്ട. കഷ്ടം അനുഭവിക്കാൻ തയ്യാറല്ല. 8 ആയുധം പുതിയ നിയമത്തെ സംബന്ധിച്ചുണ്ട്. പിശാചിന്റെ ആയുധവർഗത്തെ കീഴ്പ്പെടുത്തി ദൈവത്തിന്റെ ആയുധവർഗം നമുക്ക് തന്നിരിക്കുക. ഈ ദൈവത്തിന്റെ ആയുധവർഗം ധരിച്ച് പുതിയ നിയമസഭ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവ് ആഗ്രഹിക്കും. ഇല്ലെങ്കിൽ പിശാച് നമ്മളെ തകർത്തുകളയും. നമ്മുടെ മാൻ പവർ കൊണ്ട് പിശാചിനെ ഉയർത്തെടുക്കാൻ പറ്റത്തില്ല. കൺവെൻഷൻ നടത്താം, വാസപ്രാർത്ഥന നടത്താം, കോട്ടയം മീറ്റിംഗ് നടത്താം, സുവിശേഷ പ്രവർത്തനം നടത്താം, ഓപ്പൺ എയർ നടത്താം, എല്ലാം നടത്താം. യാതൊരു പ്രയോജനവും കാണത്തില്ല. എന്നാൽ ഈ ആയുധവർഗം ധരിച്ചുകൊണ്ട് സുവിശേഷത്തിനെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളോട് പോരാടി സ്വത്രം വിജയം വരിച്ച് വിജയശ്രീലാളിതരായി അനേകരെ കർത്താവിന് വേണ്ടി നേടിയെടുത്തുകൊണ്ട് ഈ പ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് പൽക്കാലം കേട്ട വചനങ്ങൾ നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊലോസ്യ ലേഖനം 2:15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ച് അടുത്ത പ്രാവശ്യം കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ 16 മുതലുള്ള വാക്യങ്ങളായിരിക്കും അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കേൾപ്പെട്ട വചനത്തിൻ്റെ മുമ്പ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഏൽപ്പിച്ചു കൊടുത്തൊന്ന് സ്വോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്തേ. കർത്താവേ, നിങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്വോത്രം, 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 സ്വോത്രം.
ആത്മാവുദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ഇന്ന് വൽക്കാലം കർത്താവ് നമ്മളെ കേൾപ്പിച്ച എല്ലാ വനത്തിൻ്റെ മുമ്പാകെ കേൾപ്പിച്ചു കൊടുത്ത് അല്പസമയം ആരാധിക്കാം. ഓ സ്തോത്രം 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 സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവരും വിശ്വസനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിൻ്റെ 2-ാം ശനിയാഴ്ച 10-ാം തീയതി ദിവസത്തിൽ കടന്നു വന്ന് ഞങ്ങളുടെ ദൈവസനിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ വചനം ശക്തിയോടെ ഇന്ന് പൽക്കാലം അടിയന് തന്നു, കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾക്ക് തന്നു, എല്ലാവർക്കായിട്ട് തരാനിടയായി. ഈ കേട്ട വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധി കാരണമായി തീരല്ലേ. ഇത് കേട്ടനുസരിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ഒരാത്മീക പോർക്കളത്തിലാണ് ഞങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീ എന്നോടുകൂടി കഷ്ടം സഹിക്കാന്ന് പോലീസ് പറഞ്ഞു. അതേ, ഞങ്ങളുടെ ജീവിതം ഒരു പോർക്കളത്തിലാണ്. പോർക്കളത്തിൽ ഇവിടെ യുദ്ധമുണ്ട്. ഞങ്ങൾക്കെതിരെ പിശാചി യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. എന്നാൽ അതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് അവരോട് എതിർത്ത് നിന്ന് അവൻ്റെ മേൽ വിജയം വരിച്ച് വിജയശ്രീലാളിതരായി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് അനേകരെ കർത്താവിന് മുൻപാകെ കാഴ്ചവെക്കുവാൻ കർത്താവെ പാസ്റ്റർമാരായ ഞങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്വത്രം സർവമഹത്വവും പിതാവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതായി സ്വോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് മഴയെടുത്ത പരിശുദ്ധാത്മാവിൻ്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ വരുവരെ ഇന്നുണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവ് മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം നമ്മോടുകൂടി ഇരിക്കട്ടെ. ആമേൻ ആമേൻ.